ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള സ്മൂത്തി റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും നമുക്ക് സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും നല്ല നിറം വെക്കാനും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സ്മൂത്തി ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് കുട്ടിയേക്കും നല്ല പോലെ കൊടുക്കാൻ, ചെറിയ മക്കൾക്കൊക്കെ കൊടുത്താൽ നല്ല പോലെ വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്ന ഒരു റെസിപ്പി ആട്ടെ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ ഇതാ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സാധാ നമ്മളെ മുത്താറിപ്പൊടി ഉണ്ടല്ലോ, നമ്മളെ റാഗി പൗഡർ, അതെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ പൗഡർ എടുത്താൽ മതി. നല്ല പോലെ ഫൈനായിട്ട് പൊടിച്ചതായിരിക്കണം. ഫൈൻ അല്ലാത്തത് നമ്മൾ അരിച്ചിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പൊടിച്ചെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം ഒന്ന് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നല്ല ഫൈൻ പൗഡർ കേട്ടോ ഇതുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ പകരമായിട്ട് നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന കൂവ പൗഡർ ഉണ്ടാവുമല്ലോ, അതെടുക്കാം കേട്ടോ. കൂവപ്പൊടി എന്നൊക്കെ പറയൂലേ, അതെടുക്കാം. ഇതിൽ ഏതായാലും പ്രശ്നമില്ല. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. നമുക്ക് മെല്ലെ നല്ല പോലെ ഈ മുത്താരയൊക്കെ വെന്ത് വരുന്നവരെ നല്ല പോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ അരിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, കാരണം ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഒറ്റൊരു ഗ്ലാസ്സിന് മാത്രം ആക്കാനാട്ടാ ഇത്ര 2 ടേബിൾ സ്പൂൺ എടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് എടുക്കണമെങ്കിൽ കൂടുതലായിട്ട് റാഗി പൗഡറോ പിന്നെ കൂവപ്പൊടിയോ ചേർക്കാം. വെള്ളം അതിനാവശ്യത്തിനനുസരിച്ചിട്ട് തന്നെ ഒഴിക്കട്ടാ. അപ്പോൾ ഇത് നല്ലപോലെ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കൈവയ്ക്കാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒന്ന് കട്ടയായി വരും കേട്ടോ. നമ്മൾ നല്ലപോലെ ആദ്യം തന്നെ മിക്സാക്കി എടുത്തുകൊണ്ട് കട്ട പിടിക്കുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. നല്ലപോലെ നമ്മളെ മുത്താരയൊക്കെ വെന്ത് നല്ലപോലെ നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കാക്കുമല്ലോ, അതേ രീതിക്കായി വരും കേട്ടോ. ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല. ടൈറ്റായി പോയാലും പ്രശ്നമില്ല, പക്ഷേ നല്ലപോലെ ടൈറ്റ് ആവേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കാക്കുമല്ലോ. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അധികം ടൈറ്റ് ആവേണ്ട, എന്നാൽ തീരെ ലൂസായി പോവുകയും ചെയ്യേണ്ട. ഈ ഒരു ടൈം നമ്മൾക്ക് തന്നെ മുത്താരയൊക്കെ നല്ലപോലെ വെന്ത് വരും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കട്ടെ. ഇപ്പം ഞാനിതാ ഈ ഒരു രീതിക്ക് എത്തും കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തത്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തണിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ പോകണമല്ലോ, എന്നാൽ മാത്രമേ നമുക്കിത് ജ്യൂസ് ആക്കാൻ പറ്റൂ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിക്ക് ഇത് നല്ലപോലെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് സ്മൂത്തി ആയിട്ട് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുത്താരയൊക്കെ നല്ല പോലെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതാ ഈ ഒരു മുത്താറിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ കട്ടിയായിട്ടാണ് ഉള്ളത്, നല്ലപോലെ ചൂടൊക്കെ ആറിയോണ്ട് തന്നെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് മാത്രം പാലിൽ അടിച്ചിട്ട് കുടിക്കണമെങ്കിലും അങ്ങനെയും കുടിക്കാം. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു റോബസ്റ്റ പഴം, ഒരു ചെറിയ റോബസ്റ്റ പഴം. നമ്മൾ വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ചെറിയൊരു നേന്ത്രപ്പഴം എടുക്കട്ടോ, അല്ലെങ്കിൽ കദളിപ്പഴം അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ഇത് വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സാധാ നമ്മുടെ റോബസ്റ്റ പഴം എടുക്കട്ടോ. അതിൻ്റെ കൂടെ ഞാനൊരു 5-6 പീസ് ഈത്തപ്പഴം ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ടും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ടിന് പകരം നിങ്ങൾക്ക് സാധാ നമ്മുടെ ഇതുണ്ടാവുമല്ലോ ക്യാരറ്റ്, അത് ചേർക്കട്ടോ. ക്യാരറ്റും ഒരടിപൊളി സാധനം തന്നെയാണ്. ക്യാരറ്റും വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചേർക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ബീട്രൂട്ടും 2 ആൾക്കാർക്കും ചേർക്കാൻ പറ്റും. ഈത്തപ്പഴത്തിൻ്റെ അളവ് വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കുറയ്ക്കുക. വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 5-6 എണ്ണം തന്നെ ഇടുക കേട്ടോ. നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് നട്ട്സും കൂടി ഇതിലേക്ക് ചേർക്കാട്ടോ. ഏത് നട്ട്സായാലും സാരയില്ല, ആൽമണ്ട് ആയിരിക്കും കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ടുണ്ടാവുക. പിന്നെ എന്തായാലും കുറച്ച് കിസ്മിസും കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അടിച്ചിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തമായിട്ട് ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മൂത്തി രൂപത്തിലാട്ടോ ഞാൻ അടിച്ചെടുത്തത്. ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം അടിച്ചപ്പോൾ നമ്മളെ ഷെയ്ക്കിൻ്റെ ഒരു മോഡലിനുള്ളത് അത്ര തണുപ്പായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു സ്മൂത്തി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും പാൽക്കട്ട മാത്രം ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ക്ക് ആക്കി എടുക്കട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രൂപത്തിൽ അടിച്ചത് ഷെയ്ക്ക് ആക്കി എടുത്ത് നമുക്ക് നല്ലപോലെ കോരി കുടിക്കാനൊക്കെ പറ്റുന്ന രീതിക്കാട്ടോ ഉണ്ടാവുക. അധികമായിട്ട് തണുപ്പ് പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഇതുപോലെ സ്മൂത്തി ആക്കി എടുത്താൽ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. നമുക്ക് നല്ല പോലെ വയറ് ഫില്ലാകുന്നൊരു സാധനമായിട്ട് ഇത്. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ ബീട്രൂട്ടൊന്നും ഇതിലുണ്ട് എന്ന് തന്നെ മനസ്സിലാവില്ല. ബീട്രൂട്ടൊന്നും തീരെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സ്മൂത്തി.
പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം നിങ്ങൾ ഇതിലേക്ക് ഓരോ ദിവസം ഓരോന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് നട്ട്സൊക്കെ കൂടുതലായിട്ട് ചേർക്കുക. അതുപോലെ തന്നെ ഒരു ദിവസം ക്യാരറ്റാണ് ചേർത്തെങ്കിൽ പിറ്റേ ദിവസം ബീട്രൂട്ട് ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ആപ്പിളോ അങ്ങനത്തെയൊക്കെ ചേർക്കാം. അപ്പോൾ നല്ലപോലെ കുട്ടികൾക്ക് വെയിറ്റ് ഗെയിനൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ എന്തായാലും റാഗി ചേർക്കാൻ മറന്നു പറയും. റാഗിയ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ടത്. റാഗി കുറുക്കി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തു നോക്കിയാൽ എന്തായാലും കഴിക്കും കേട്ടോ. ഇത് പാലൊക്കെ കുടിച്ച് തുടങ്ങിയ കുട്ടികൾക്ക് കേട്ടോ ഇത് കൊടുക്കേണ്ടത്. നമ്മൾ വീട്ടിൽ നിന്ന് പശുവും പാലൊക്കെ കുടിച്ച് തുടങ്ങിയ കുട്ടികൾക്ക് നമുക്കിത് കൊടുക്കാം. അല്ലാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ രക്തക്കുറവുള്ള ആൾക്കാർക്കും ഷുഗർ കൊളസ്ട്രോൾ എല്ലാം ഉള്ള ആൾക്കാർക്ക് നല്ലപോലെ ക്ഷീണം മാറാനൊക്കെ പറ്റിയ ബെസ്റ്റ് സാധനമായിട്ട് ഇത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്